Hello, let's continue our discussion on examples of bounded linear operators. ഇന്ന് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ L2 സ്പേസിലുള്ള ഒരു ഓപ്പറേറ്ററാണ് ഇവിടെ കാണാൻ പോകുന്നത്. ആദ്യം ഞാൻ A എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് മെട്രിക്സ് ആയിട്ട് എടുക്കുകയാണ്. ഒരു ആർബിട്രറി ഇൻഫിനിറ്റ് മെട്രിക്സ് അല്ല, ഒരു കണ്ടീഷൻ ആവശ്യമുണ്ട്, അത് ഞാൻ പറയാം. So by infinite matrix I mean this A is equal to alpha ij, where I and j varies from 1 to infinity. That is, A is of this form: alpha 1 1, alpha 1 2, alpha 1 3, etc. alpha 2 1, alpha 2 2, alpha 2 3, etc. and so on. And we are choosing these coefficients alpha ij such that it satisfies the property summation I and j varies from 1 to infinity. Absolute value of ij square is less than infinity. This is a finite sum. ഈ ഫൈനൈറ്റ് സമ്മിനെ ഞാൻ കെ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഈ രീതിയിലാണ് ഞാൻ ഈ ഇൻഫിനിറ്റ് മെട്രിക്സ് എ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് L2വിലുള്ള ഒരു സീക്വൻസ് എടുക്കുകയാണ്. സോ എക്സിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് x1 x2 എക്സെട്ര എന്നാണ്. ആൻഡ് ഐ എം യൂസിങ് ദിസ് മെട്രിക്സ് എ. ഐ എം ഡിഫൈനിങ് എൻ ഓപ്പറേറ്റർ ഫ്രം L2 to L2 ആസ് A of x is equal to beta 1, beta 2, etc. So this is also an element of, we are defining it such that A of x is a sequence where the entries of the sequence beta I is equal to summation j equal to 1 to infinity alpha I j x j for each I element of n. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് ബീറ്റാസ് കിട്ടിയിരിക്കുന്നത് നോക്കാം. Suppose I am multiplying the vector, the sequence x1, x2, x3, etc. with this infinite matrix. So first row into first column, alpha 1 1 x1, alpha 1 2 x2 plus alpha 1 3 x3, etc. The same thing is here. So beta 1 is alpha 1 1 x1, alpha 1 2 x2, alpha 1 3 x3 plus etc. That's my beta 1. Now to get beta 2, I am multiplying second row into this column, alpha 2 1 x1 plus alpha 2 2 x2 plus alpha 2 3 x3 plus etc. So this is how I am defining A of x. Now ഇനി എനിക്ക് നോക്കേണ്ടത് ആ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് L2വിൽ തന്നെയുള്ള എലമെൻ്റ് ആണോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. L2വിലുള്ള എലമെൻ്റ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്ക്വയർ സമ്മബിൾ. സോ സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീറ്റ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീറ്റ ഐ ഇസ് സമ്മേഷൻ ജെ വാരീസ് ഫ്രം 1 to infinity alpha I j x j square. And this will be less than or equal to, ഇവിടെ നമ്മൾ സമ്മേഷൻ എടുത്തതിന് ശേഷമാണ് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിരിക്കുന്നത്. ഞാനത് സമ്മേഷൻ ഓവർ ജെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഐ ജെ എക്സ് ജെ സ്ക്വയർ എന്നാക്കുകയാണ്. സോ ദിസ് വിൽ ബി എൻ ഇനീക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഐ ജെ സ്ക്വയർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ജെ സ്ക്വയർ. ഓക്കെ, ഇതിൽ summation over I equal to 1 to infinity, summation j equal to 1 to infinity alpha I j square എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് k square എന്നാണ്. And here I have summation over j. So I can say that this is less than or equal to k square summation j varies from 1 to infinity absolute value of x j square. And this is the sequence x is an element of L2. So x1 x2 etc. എന്ന് പറയുന്നത് സ്ക്വയർ സമ്മബിൾ ആണെന്ന് നമുക്കറിയാം. കെ സ്ക്വയർ ഫൈനൈറ്റ് ആണ് നമ്മുടെ അസംഷൻ പ്രകാരം, നമ്മുടെ ചോയ്സ് ഓഫ് എ പ്രകാരം കെ സ്ക്വയർ ഫൈനൈറ്റ് ആണ്. എക്സ് L2വിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് അത് സ്ക്വയർ സമ്മബിൾ ആയതുകൊണ്ട് ഈ ക്വാണ്ടിറ്റിയും ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് ഓവറോൾ സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീറ്റ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്നിവിടെ പറയാൻ പറ്റും. സോ നമ്മുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് L2വിലുള്ള ഒരു എലമെൻ്റ് ആണ്. എ ഓഫ് എക്സ് ഇസ് എൻ എലമെൻ്റ് ഓഫ് L2.
മാത്രമല്ല ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഇത് എ എന്ന് പറയുന്നത് ലീനിയർ ആണ് എന്നുള്ളത്. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സമ്മേഷൻ ഓവർ ഐ ബീറ്റ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നോം ഓഫ് എ ഓഫ് എക്സ് സ്ക്വയർ. So we are getting norm of a of x square is less than or equal to k square into norm x square, and this is true for every x element of L2. So we can say that norm of ax is if we take square root, norm of a of x less than or equal to k into norm x for all x element of L2. So here actually we are taking L2 norm here also. That means A is a bounded operator and norm of A is less than or equal to K. So this is an example for a bounded linear operator on L2 space. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ L2വിലുള്ള വേറൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. നോം 1 വരുന്ന റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇത് L2 സ്പേസിലുള്ള മറ്റൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ കെ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ബി ആയിട്ടാണ് എടുക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് കെ. അപ്പോൾ ഷുവറായിട്ടും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സെറ്റാണ്. കെ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് കെ എന്ന് പറയുന്നത് എ ബിയിൽ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സുപ്രീമം ടി വാരീസ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി absolute value of k of t ആണ് ഞാനിവിടെ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ വേറൊരു രീതി പറയുകയാണെങ്കിൽ ദിസ് എം ഇസ് നത്തിങ് ബട്ട് നോം ഓഫ് കെ ഇൻ സി എ ബി. സി എ ബിയിൽ നമ്മൾ എടുക്കുന്നത് സുപ്രീമം നോമാണ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ എം എന്ന് പറയുന്നത് സി എ ബിയിലുള്ള കെയുടെ നോം തന്നെയാണ്. ഈ കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്യാപിറ്റൽ L2 ഓഫ് എ ബി ടു ക്യാപിറ്റൽ L2 ഓഫ് എ ബി ഞാനൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ എഫ് ഐ എം ടേക്കിംഗ് ആൻ എഫ് ഫ്രം L2 ഓഫ് എ ബി. ഈ എഫ് മാപ്പ് ചെയ്യുന്നത് എ എഫിലേക്കാണ്. ഈ എ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കണമല്ലോ. ആ എ എഫ് എ ബിയിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു എഫ് ഓഫ് ടി, ഓർ ഇൻ അതർ വേർഡ്സ് ഐ ആം ഡിഫൈനിങ് എ എഫ് ആസ് കെ എഫ്, പ്രോഡക്റ്റ് ഓഫ് കെ ആൻഡ് എഫ്. ഇപ്പോൾ ഇനി എനിക്കറിയേണ്ടത് ഈ എ എഫ് എന്ന് പറയുന്നത് L2 ഓഫ് എ ബിയിൽ തന്നെ ഉണ്ടോ. അതിന് L2 ഓഫ് എ ബിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്ക്വയർ ഇൻ്റഗ്രബിൾ. സോ ഇൻ്റഗ്രൽ എ ടു ബി absolute value of AF of t square dt. This is nothing but AF of t is equal to k of t into f of t. Substitute that. So this is less than or equal to m square integral a to b absolute value of f of t square dt. Because ഇവിടെ നമുക്കിതിനെ modulus of ab equal to mod a into mod b എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. Then I am replacing absolute value of k of t square with its maximum value m square. So I will get this. ഇനി ഇവിടെ എഫ് L2 ഓഫ് എ ബിയിലുള്ളതാണ്. സോ എഫ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആണ്. സോ ഈ ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് നോം എഫ് സ്ക്വയർ ഇൻ ക്യാപിറ്റൽ L2 സ്പേസ്. അപ്പോൾ ഇവിടെ എം സ്ക്വയർ ഫൈനൈറ്റ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ നമുക്ക് കെ ബൗണ്ടഡ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ എം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. സോ എം സ്ക്വയർ ഫൈനൈറ്റ് ആണ്. എഫ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്ക് നോം എഫ് ടു എന്ന് പറയുന്നതും ഫൈനൈറ്റ് ആണ്. സോ ഓവറോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എഫ് ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് കിട്ടി. അതായത് എ എഫ് എന്ന് പറയുന്നത് L2 ഓഫ് എ ബിയിലുണ്ട്. നമ്മുടെ എ വെൽ ഡിഫൈൻഡ് ആണ്. മാത്രമല്ല ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് എ എന്ന് പറയുന്നത് ലീനിയർ ആണ്. ബിക്കോസ് എ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എഫ് പ്ലസ് ജി എന്നാവും, വിച്ച് ഇസ് കെ എഫ് പ്ലസ് കെ ജി. അതുപോലെ കെ ഇൻറ്റു ആൽഫ എഫ് എന്ന് പറയുന്നത് കെ ആൽഫ എ ഓഫ് ആൽഫ എഫ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ആൽഫ എഫ്
യു ക്യാൻ ടേക്ക് ദ സ്കെയിലാർ ആൽഫ ഔട്ട്സൈഡ്. സോ എ എന്ന് പറയുന്നത് ലീനിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എ എഫ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അബ്സല്യൂട്ട് നോം ഓഫ് എ എഫ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു നോം എഫ് സ്ക്വയർ ഫോർ ഓൾ എഫ് എലമെൻറ്റ് ഓഫ് L2 ഓഫ് എ ബി. ആക്ച്വലി ഇവിടെയൊക്കെ നമ്മൾ എടുക്കുന്നത് L2 നോം ആണ്. സോ ദിസ് ഇസ് ട്രൂ ഫോർ എവറി എഫ് എലമെൻറ്റ് ഓഫ് L2 ഓഫ് എ ബി എങ്കിൽ നമുക്ക് പറയാം എ ബൗണ്ടഡ് ആണ്. മാത്രമല്ല നോം ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഈ നോം ഓഫ് എ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു എം ആണ്. വെറുതെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് മാത്രമല്ല, നോം ഓഫ് എ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു എം ആണ് എന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോണത്. അതിന് കെ കണ്ടിന്യൂസ് ഓൺ എ ബി ആയതുകൊണ്ട് കെയുടെ എക്സ്ട്രീം വാല്യൂസ് എല്ലാം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ തന്നെയാണ് അറ്റൈൻ ചെയ്യുന്നുണ്ടാവുക. എ ബിയിലുള്ള എക്സ്ട്രീം വാല്യൂസ് എല്ലാം എ ബിയിൽ തന്നെ അറ്റൈൻ ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ എം എന്ന് പറഞ്ഞല്ലോ, ആ എം എന്ന് പറയുന്നത് ഏതോ ഒരു പോയിൻറ്റിലുള്ള അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി തന്നെയാണ്. ആ പോയിൻറ്റിനെ ഞാൻ ടി നോട്ട് എന്ന് വിളിച്ചു. സോ എം ഇസ് ഈക്വൽ ടു absolute value of k of t naught for some t naught element of closed interval a b. ഇനി k എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ടി നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിലും k കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ സീക്വൻസ് xn ഓൺ L2 ഓഫ് എ ബി ബൈ xn ഓഫ് t is equal to square root of n by 2 for t element of t naught minus 1 by n, t naught plus 1 by n and 0 otherwise. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എ ബി എന്ന് കരുതുക. ആൻഡ് ഹിയർ ഐ ഹാവ് എ പോയിൻറ്റ് ടി നോട്ട്. ഈ ടി നോട്ടിൻ്റെ 1 by n നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ എക്സ് എന്നിൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് n by 2 ആണ്. ബാക്കി എല്ലായിടത്തും ഇത് 0യാണ്. ഇതാണ് നമ്മൾ എക്സ് എൻ ഓഫ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഹൈറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് n by 2. ഇപ്പോൾ നോം ഓഫ് എക്സ് എൻ L2 നോം ഓഫ് എക്സ് എൻ സ്ക്വയർ നോം സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ്. പക്ഷെ നമുക്കറിയാം ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എക്സ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ ആകുന്നത് ടി നോട്ട് മൈനസ് 1 by n, ടി നോട്ട് പ്ലസ് 1 by n എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഇത് 0യാണ്. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് 1 by n, ടി നോട്ട് പ്ലസ് 1 by n, ടി നോട്ട് മൈനസ് 1 by n, ടി നോട്ട് പ്ലസ് 1 by n എക്സ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് n by 2 ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ n by 2 ഡി ടി. So n by 2 is a constant, take it outside, then we will get integral t naught minus 1 by n, t naught plus 1 by n dt. So actually the length of that interval ആണ് നമുക്ക് കിട്ടുക, which is 2 by n. So norm of xn square എന്ന് പറയുന്നത് will be 1 for all n element of n എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിൻ്റെ സ്ക്വയർ 1 ആണെങ്കിൽ ഈ എല്ലാ എക്സ് എന്നുകളും യൂണിറ്റ് വെക്റ്റേഴ്സാണ്. ഇനി കെയുടെ കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് ടി നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിലും കെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ നമ്മളോട് പറയുന്നത് ഫോർ ഈച്ച് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സം നാച്ചുറൽ നമ്പർ, I will call it as p here, such that if absolute value of t minus t naught is less than 1 by p, then absolute value of k of t minus k of t naught is less than epsilon. അപ്പോൾ ഞാനൊരു ആർബിട്രറി എപ്സിലൺ ഇവിടെ എടുക്കുകയാണ്. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കിവിടെ ഒരു p കിട്ടിയിട്ടുണ്ട് സാറ്റിസ്ഫൈയിങ് ദിസ് പ്രോപ്പർട്ടി. ഇനി നോം എ എന്ന് പറയുന്നത് നമ്മൾ സുപ്രീമം ഓഫ് നോം ഓഫ് എ എക്സ് വർ എക്സ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സുപ്രീമാണ്. സോ
നമ്മുടെ എല്ലാ എക്സ് എന്നുകളും യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്നറിയാം. സോ നോം എ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ എക്സ് എൻ സ്ക്വയർ. ഇവിടെ ഇത് L2 നോമാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് ഓപ്പറേറ്റർ നോമാണ്. എ ഓഫ് എക്സ് എൻ ഇസ് കെ എക്സ് എൻ. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ എഫ് ഈക്വൽ ടു കെ എഫ്. സോ നോം ഓഫ് കെ എക്സ് എൻ സ്ക്വയർ, നോം ഓഫ് കെ എക്സ് എൻ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എക്സ് എന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് n/2 ആണ്. സോ n/2 ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് 1/n ടി നോട്ട് പ്ലസ് 1/n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് നമുക്ക് പറയാം. ഇതിൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി മൈനസ് കെ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ആണ് എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് ലെസ് ദാൻ എപ്സിലൺ ആണ് എന്ന് പറയാൻ പറ്റും. അബ്സല്യൂട്ട് വാല്യൂ സിമ്പിൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് മൈനസ് എപ്സിലൺ is less than absolute value of k of t less than absolute value of k of t naught plus epsilon എന്ന് നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭാഗം എനിക്കിതാണ് ആവശ്യമുള്ളത്. സോ ഞാൻ ഇതാണ് ഇവിടെ എടുക്കുന്നത്. സോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് കെ ഓഫ് ടി ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് മൈനസ് എപ്സിലൺ. അപ്പോൾ എപ്സിലൺ വളരെ ചെറുതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് 1/n ടു ടി നോട്ട് പ്ലസ് 1/n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് മൈനസ് എപ്സിലൺ ദ ഹോൾ സ്ക്വയർ ഡി ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു n/2 ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് മൈനസ് എപ്സിലൺ എന്ന് പറയുന്നത്, എപ്സിലൺ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ബാക്കി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ഇൻ്റർവെല്ലാണ് കിട്ടുക വിച്ച് ഇസ് വിച്ച് ഇസ് 2/n. സോ n/2 ടൈംസ് 2/n പ്രൊഡക്റ്റ് വിത്ത് ദിസ് കോൺസ്റ്റൻറ്റ്, ഇതാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. സോ n/2 ടൈംസ് 2/n എന്ന് പറയുന്നത് 1 ആയി പോവും. സോ വാട്ട് റിമെയിൻസ് ഇസ് absolute value of k of t naught minus epsilon the whole square. ഇനി ഈ k of t is greater than this quantity എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് when n is greater than ഇവിടെ mod t minus t naught less than 1/p ആകുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ mod t minus t naught less than 1/p ആണ് എങ്കിൽ mod t minus t naught is less than 1/n for all n greater than or equal to p ആയിരിക്കും. So this is true for every n greater than or equal to p. മാത്രമല്ല ഏത് എപ്സിലൺ എടുത്താലും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നോം ഓഫ് എ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് മൈനസ് എപ്സിലൺ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദിസ് ഇസ് ട്രൂ. എല്ലാ എപ്സിലണിനും ഇത് ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ നോം ഓഫ് എ സ്ക്വയർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ഓഫ് ടി നോട്ട് സ്ക്വയർ. ഇത് നമ്മുടെ എം സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി നോം ഓഫ് എ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്ക്വയർ. ദാറ്റ് മീൻസ് നോം ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്നു നോം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന്. ഓക്കെ, അതായത് നോം ഓഫ് എ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു എം തന്നെയാണ് എന്ന് നമുക്ക് കിട്ടുകയാണ് ഇവിടെ. നമുക്കിനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ലെറ്റ് എച്ച് ബി എ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ ഒരു സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസിന് ഓർത്തോനോർമൽ ബേസിസ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ തിയറം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ദിസ് എച്ച് വിൽ ഹാവ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. ആ ഓർത്തോനോർമൽ ബേസിസിനെ ഞാൻ E1 E2 E3 എക്സെട്ര ദ സിസ്റ്റം EI where I varies from 1 to infinity എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഒക്കെ ഉള്ള കേസിൽ നമുക്ക് ഏത് എക്സ് എലമെൻ്റ് ഓഫ് എച്ച് എടുത്താലും അതിനൊരു യുണീക്ക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് എക്സ് ആസ് summation I equal to 1 to infinity inner product of XCI EI.
Now I am defining, ഞാൻ ഡിഫൈൻ ചെയ്യല്ല, I am taking an arbitrary bounded linear operator from H to H. Hൽ നിന്ന് Hലേക്ക് തന്നെയുള്ള ഏതോ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ എ ഓഫ് എക്സ് എന്ന് പറയുന്നതും എച്ചിലുള്ളതാണ്. അപ്പോൾ അതിനും ഒരു യുണീക്ക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ റെപ്രസെൻറ്റേഷൻ പ്രകാരം എനിക്ക് എ ഓഫ് എക്സിനെ സമ്മേഷൻ ഐ വാരീസ് ഫ്രം 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഓഫ് എക്സ് ഇ ഐ എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ 1 പ്രകാരം എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവറായി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആണ്. ഇതിൽ ഞാൻ എ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവറായി, ഇതൊരു സ്കെയിലാറാണ്, സോ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ദെൻ എ ഓഫ് ഇ ഐ എന്നെനിക്കിതിനെ എഴുതാൻ പറ്റും. സോ എ ഓഫ് എക്സിന് നമുക്ക് 2 റെപ്രസെൻറ്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ 2ലും 3ലും ഓരോ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ എ ഓഫ് എക്സിൻ്റെ 3ലുള്ള ഈ റെപ്രസെൻറ്റേഷൻ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലെ ഇവിടുത്തെ എ ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഫ്രം 2 and 3 വി ഗെറ്റ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ inner product of summation over j inner product xej aej ei into ei, okay, which is nothing but summation over I summation over j inner product xej inner product aej ei into ei, okay. ഇതിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഇ ജെ ഇ ഐ ഇതൊരു സ്കെയിലാറാണ്. ഈ സ്കെയിലാറിനെ ഞാൻ എ ഐ ജെ എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ എക്സ് ഇ ജെ എന്നുള്ളതിനെ ഞാൻ എക്സ് ജെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ജെ എന്നുള്ളതിനെ എക്സ് ജെ എന്നും എഴുതാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ജെയെ ഞാൻ എക്സ് ജെ എന്ന് എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എക്സ് ആസ് സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ ഇ ഐ. ഇനി എ ഓഫ് എക്സ് എന്നുള്ളതിനെ ഇതിനെ ഇപ്പോൾ നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity സമ്മേഷൻ ഇവിടെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity. ഇതിന് പകരം എനിക്ക് എ ഐ ജെ എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് എക്സ് ജെ. So summation j equal to 1 to infinity aij xj into ei എന്ന് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്തിരിക്കണേന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം. ഇപ്പോൾ എക്സിനെ ഞാൻ ഇ ഐ സിസ്റ്റം ഇ ഐ എന്ന് പറയുന്നത് എച്ചിൻ്റെ ഒരു ബേസിസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം ഞാൻ എഴുതുകയാണെന്ന് വിചാരിക്കുക. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസ്, അതായത് ഇ ഐസിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് മാത്രം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ എക്സിനെ x1 x2 x3 എക്സെട്ര എന്ന് വ്യൂ ചെയ്യാൻ പറ്റും. സോ ഞാൻ എക്സിനെ സീക്വൻസ് എക്സ് ഐ എന്നാണ് ഇനി എൻ്റെ മനസ്സിൽ കാണാൻ പോകുന്നത്. അതുപോലെ എ ഓഫ് എക്സിനെയും നമുക്കിതുപോലെ സീരീസ് റെപ്രസെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഞാൻ സീക്വൻസ് വൈ ഐ എന്ന് കാണുകയാണ്. അവിടുത്തെ വൈ ഐ എന്ന് പറയുന്നത് ഇ ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ്. സോ ഇ ഐയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, സമ്മേഷൻ ഓവർ ജെ എ ഐ ജെ എക്സ് ജെ. ഓക്കെ, ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ വൈ ഐസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. വൈ ഐയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്, സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity എ ഐ ജെ എക്സ് ജെ. ദിസ് ഈസ് നത്തിങ് ബട്ട് പ്രൊഡക്റ്റ് ഓഫ് ദിസ് മെട്രിക്സ് വിത്ത് x1 x2 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്പറേറ്റർ എ എന്നുള്ളതിനെ ഈ എ ഓഫ് എക്സ് ആണ് നമ്മുടെ സീക്വൻസ് വൈ ഐ ആൻഡ് ദിസ് ഇസ് എക്സ്. സോ ഈ ഓപ്പറേറ്റർ എ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഉപയോഗിച്ച്, ഒരു ഇൻഫിനിറ്റ് മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയാണ് ഇവിടെ. അതായത് നമുക്ക് ഏത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എടുത്താലും ഇറ്റ് ക്യാൻ ബി
വ്യൂഡ് ആസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ ഇൻഫിനിറ്റ് മെട്രിക്സ് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ 4.2 ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം.